ഇവിടുത്തെ ഫേമസ് ആയ ഭക്ഷണമാണ് കുതിര ഇറച്ചി എന്ന് പറയുന്നത്. കുതിര ഇറച്ചി എടുക്കുകയാണ്. приезжать в Кыргызстан. Мы всегда будем рады. Okay, bye. Waterproof? No. Okay, yeah. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിർഗിസ്ഥാനിലെ നരിയൻ പ്രൊവിൻസിൽ വരുന്ന കൊച്ച്കോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. കൊച്ച്കോറി അഡ്വഞ്ചർ ട്രാവലേഴ്സിന്റെ ഒരു ലാൻഡ് എന്നാണ് കേട്ടോ പറയാ. സാഹസികമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് കൊച്ച്കോറി. ഇവിടെ നിന്നാണ് കിർഗിസ്ഥാനിലെ രണ്ടാമത്തെ മനോഹരമായ തടാകമായ സൊൺഗോൾ തടാകത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നത് കേട്ടോ. ഏകദേശം 150 കിലോമീറ്ററാണ് ഉള്ളത്. ഞാൻ പോകുന്നത് അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും പോവാത്ത, സഞ്ചാരികളൊന്നും എത്തിപ്പെടാത്ത ഉൾക്കോക്ക് എന്ന് പറഞ്ഞിട്ട് തടാകമുണ്ട് കേട്ടോ. ഉൾക്കോക്ക് എന്നൊക്കെയാണ് പറയാം, പല ഭാഷകളിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഏകദേശം 24 കിലോമീറ്റർ മാറിയിട്ടാണ് ഉള്ളത്. അങ്ങോട്ട് പോകണം, എത്തിപ്പെടണം, എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ ഇവിടുത്തെ ഹോം സ്റ്റേയിലാണ് കേട്ടോ താമസിക്കുന്നത്. നരൻ പ്രൊവിൻസ് എന്ന് പറയുന്നത് കിർഗിസ്ഥാനിലെ തന്നെ നാടോടി കൾച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നൊമാദിക് കൾച്ചറൊക്കെ വരുമ്പോൾ അത്രമാത്രം ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ സഞ്ചാരികൾ വന്ന് ക്യാപ്ചർ ചെയ്യാറുണ്ട് കേട്ടോ, വിഷ്വൽസ് ഒക്കെ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ രാജ്യത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ ഒരു സോളോ സഞ്ചാരി എന്ന നിലയിൽ ചില കാര്യങ്ങളിലേക്ക് ഒന്നും എത്തിപ്പെടാൻ പറ്റാറില്ല. ഒരു കുടുംബവുമായി അവരോടൊപ്പം ഉള്ള ഒരു വീഡിയോകളും അവരോട് സംസാരിക്കുന്ന വിഷ്വൽസ് ഒന്നും ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല, അവരോട് സംസാരിക്കാൻ പറ്റാറില്ല. ലാംഗ്വേജിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഗൈഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ല. ആൾക്കാർ മാക്സിമം അവോയ്ഡ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അത് നമുക്ക് പറഞ്ഞ കാര്യമില്ല കേട്ടോ. ഒരു സോളോ സഞ്ചാരി ആകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ വെല്ലുവിളി നേരിടാറുണ്ട്. പക്ഷെ അതൊന്നും സാരമില്ല കേട്ടോ. നമ്മൾക്ക് നമ്മുടെ കീശയിൽ ഒതുങ്ങുന്ന മനോഹരമായ യാത്രകൾ ചെയ്യാം. എന്തായാലും കിർഗിസ്ഥാന്റെ കാഴ്ചകൾ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക കേട്ടോ. കൊച്ച്കോർ എന്ന സ്ഥലത്ത് നിന്നും എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം 6 മണിക്കൂറായി കേട്ടോ. 6 മണിക്കൂറോളമായി ഇപ്പോൾ ട്രെക്ക് ചെയ്യുന്നത്. ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കറക്റ്റ് ഒരു റോഡ് മാർഗം ഓഫ് റോഡ് വാഹനങ്ങളിൽ ലേക്ക് വരെ എത്തിച്ചേരാൻ 22 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആടുകളുമായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ പർവ്വത പ്രദേശത്ത്. പിന്നെ റോഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും താമസിക്കുന്നുണ്ട് കേട്ടോ, ഷെഡുകളിലൊക്കെ. അപ്പോൾ അവരെന്താണ് ഈ കുതിരപ്പുറത്തും നമ്മുടെ ആടിനൊക്കെ കൊണ്ട് ഓഫ് റോഡ് അല്ലാതെ തന്നെ ചെറിയ ഷോർട്ട് കട്ട് പാതകളിലൂടെയൊക്കെ വരും കേട്ടോ. അതിലൂടെ വരുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 മണിക്കൂർ 8.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു യാത്ര അവസാനിപ്പിക്കാൻ പറ്റും കേട്ടോ. ലേക്ക് വരാം കേട്ടോ. തിരിച്ചിറങ്ങുവാണെങ്കിൽ 2 ദിവസം എന്തായാലും വേണം, അത്രയും ദൂരം ഉണ്ടല്ലോ. ഇത് അടുത്തുള്ള നമ്മളെ ആദ്യത്തെ തടാകത്തിൻ്റെ അടുത്തുള്ള ചെറിയൊരു തടാകമാണ് കേട്ടോ. ഇത് തടാകം എന്ന് പറയാൻ കഴിയില്ല, കാരണം മഞ്ഞുരുകി കിടന്ന വെള്ളം കൂടി നിന്നിട്ട് ഒരു ചെറിയൊരു വെള്ളം കെട്ടിക്കിടക്കുന്നു പറയാം കേട്ടോ. പക്ഷെ അതിനൊരു ഭംഗിയുണ്ട്. ആടുകളെ മേയ്ച്ച് നടക്കുന്ന ആൾക്കാരുടെ വീടുകളാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ലഡാക്ക് യാത്ര, നേപ്പാൾ യാത്രയിലൊക്കെ സെയിം സ്ഥലങ്ങളും സെയിം കാഴ്ചകളും കണ്ടിട്ടുണ്ടാകും. എനിക്കും അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് സവിശേഷതകളുണ്ട്. ഇവിടെ കുതിര ഇറച്ചിയില്ലേ, കുതിര ഇറച്ചി ഗ്രാമത്തിൽ ഇവർ വിൽക്കും സഞ്ചാരികൾക്ക് കേട്ടോ. അതായത് ഗൈഡിന് പറ്റി വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടാണ് കുതിര ഇറച്ചി വാങ്ങുക. അത് അവരുടെ ഒരു ബിസിനസ് രീതിയാണ് കേട്ടോ. സഞ്ചാരികളോട് അവർ പറയത്തില്ല, കാരണം അവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയാം. 1 കിലോ കുതിര ഇറച്ചിക്ക് ഇവിടെ ഏകദേശം 600 രൂപ സോമാണ് കേട്ടോ. കിർഗിസ്ഥാനിലെ കറൻസി അറിയപ്പെടുന്ന സോം എന്നാണ്. നമ്മുടെ നാട്ടിൽ 650 രൂപ INR എന്ന് പറയും കേട്ടോ. ഇവർ ഇവിടുന്ന് കുതിര ഇറച്ചി വിൽക്കാറുണ്ട്. അത് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ഗൈഡുകൾക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷേ ഈ ഒരു സ്ഥലം അത്രമാത്രം ഒരു പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയ അല്ല ഉക്കോക്ക് തടാകം എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഇതിനകത്ത് ആൾക്കാരൊന്നും കാണുന്നില്ല. ആൾക്കാരുണ്ടെങ്കിൽ ഒരു ചായ തരുമോ എന്നൊക്കെ ചോദിക്കായിരുന്നു. നോക്കാം. എന്തായാലും എൻ്റെ കയ്യിൽ $5 ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കറൻസി, ലോക്കൽ കറൻസി ഞാൻ ക്യാരി ചെയ്തിട്ടില്ല, കാരണം എൻ്റെ ശേഷം ഭക്ഷണ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഞാൻ കോഫി ഇങ്ങനെ കുടിക്കുന്ന എന്തിനാ വിചാരിച്ചാൽ ഇവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും അവരോട് സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ ഞാൻ കയറുന്നത്. അല്ലാത്ത പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും സ്റ്റേ ചെയ്യാറ് പോലും ഇല്ല കേട്ടോ. എൻ്റെ അമ്മ നല്ലപോലെ കിതച്ചു തുടങ്ങി കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, യാത്രയിലെ മറ്റുള്ള കാര്യങ്ങൾ കൂടി കാണിച്ചാൽ എങ്ങനെയാണ് ഒരു ദിവസം മൊത്തം പോകുന്നത്? അത് കാണിക്കാനുള്ള അവസരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ചാർജ് ചെയ്യുന്നതൊക്കെ പവർ ബാങ്കിലാണ്. 2 പവർ ബാങ്ക് ഉണ്ട്, കയ്യിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചാർജും കാര്യങ്ങളൊക്കെ അത് മതി. ഒരു 2-3 ദിവസം സർവൈവ് ചെയ്യാനത് ഓക്കെയാണ് കേട്ടോ. പിന്നെ ഭക്ഷണ സാധനങ്ങളും ബാഗിലുണ്ട്, പ്രശ്നമില്ല.
പിന്നെ നടക്കുന്ന കാഴ്ചകൾ മാത്രം കാണിക്കാനാണെങ്കിൽ 2-3 എപ്പിസോഡ് ഷൂട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. 15 മണിക്കൂറും 10 മണിക്കൂറും 13 മണിക്കൂറും 8 മണിക്കൂറൊക്കെ നടക്കുന്ന കാഴ്ചകളെക്കാളും നല്ലതല്ലേ ഞാൻ കാണുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ. എന്തായാലും തുടരുകയാണ് കേട്ടോ. എൻ്റെ അമ്മ ഒന്ന് വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ജാക്കറ്റ് അയക്കായിരുന്നു. ജാക്കറ്റ് ഇട്ട് നടക്കുമ്പോൾ ഭയങ്കര ഉഷ്ണം വരുന്നു ഉള്ളിൽ, എന്നാ അറിയില്ല, വേർക്കുന്നൊരു പ്രശ്നം. കണ്ടോ, അത്യാവശ്യം വലിയൊരു തടാകമാണ് കേട്ടോ. ഒരു ചെറിയ തടാകവും അതിൻ്റെ അപ്പുറത്തൊരു വലിയ തടാകവും ഉണ്ട്. കളറൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പച്ച കളറൊക്കെ ഉണ്ട്. പക്ഷേ വെയിൽ വന്നാലേ കാണാൻ സാധിക്കൂ. അതിന് താഴെ കണ്ടോ ഷെഡ് കെട്ടി താമസിക്കുന്ന ആൾക്കാരാണ് ഇവർ. ആട്ടിടയന്മാരാണ് കേട്ടോ. സഞ്ചാരികൾ ഗൈഡിനെ വെച്ച് വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഇടം കൂടിയാണ്. ഇതാണ് ഓഫ് റോഡ് കേട്ടോ. ഈ ഓഫ് റോഡ് വാഹനങ്ങളാണ് ഇതിലൂടെ വരിക. പക്ഷേ ഭയങ്കര പൈസ കൊടുക്കണം കേട്ടോ ഓഫ് റോഡ് വാഹനങ്ങൾക്ക്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഡോം സ്റ്റേയിലാണ്, ഹോസ്റ്റലിലാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ എന്നെ വിളിച്ചതാണ്. ഇവരെനിക്കിവിടെ ചായ തന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ ലേക്കിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഇവരെ ഡോം സ്റ്റേകൾ വരുന്നത്. ഏകദേശം ഒരു 10-11 ഡോം സ്റ്റേകളുണ്ട് കേട്ടോ. നിങ്ങൾ താഴെ നിന്ന് ഇവരെ അറിയിക്കണം. നമ്മുടെ വാക്കി ടോക്കറൊക്കെ ഇല്ലേ, ഒരു ചെറിയൊരു മൊബൈൽ പോലത്തെ റേഞ്ചില്ലാ സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ വിളിച്ച് പറയാം. ഇവർ പറഞ്ഞൊരു താമസം ഇവിടുത്തെ നമ്മുടെ രാത്രി ഭക്ഷണത്തിന് 900 രൂപയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് 400 രൂപ. നമുക്ക് ലഞ്ച് ഇവർ പൊതുവെ കഴിക്കുന്ന കുറവാണ്. ലഞ്ച് വേണമെങ്കിൽ അതിന് 500 രൂപ. താമസത്തിന് വീണ്ടും ഒരു 1500 രൂപ. ഏകദേശം ഒരു 3500 രൂപ വേണം ഒരു ദിവസം കൂടെ വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അത് നടക്കില്ല. ഇന്നിവിടെ എവിടെയെങ്കിലും ക്യാമ്പ് അടിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ കാലാവസ്ഥ വളരെ മോശമാണ് ഇവിടെയൊക്കെ. നമുക്ക് നോക്കാം. ഇവരെന്നോട് ചോദിക്കുക ഞാനൊരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണോ എന്ന്. Okay, sit here. Yeah, sit here. Yeah. What is your name? My name is Chopanai. Chopanai. And your? Ainur. Okay, it's good name. Yeah. ഇവർ കഴിക്കുന്ന മെയിൻ സാധനം കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവരെ ഫുഡ്. ഇതത്ര ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമല്ല കേട്ടോ. പക്ഷേ ഇവിടെ അരിയില്ല കേട്ടോ. ഈ ഒരു കൊച്ച്കോർ നരി എന്ന് പറഞ്ഞ റീജിയനിൽ അരി ആഹാരം കിട്ടുന്നത് വളരെ കുറവാണ്. കാരണം എക്സ്പെൻസാണ്. ഉസ്ബെക്കിസ്ഥാൻ ബോർഡർ ഏരിയകളൊക്കെ വരുന്ന ഓഷ ഏരിയകളിലൊക്കെയാണ് കൂടുതൽ റൈസ് കൾട്ടിവേഷനൊക്കെ ഉള്ളത് കേട്ടോ. ഇത് ഇവരെങ്ങനെ കഴിക്കുന്ന കാണിച്ചാൽ ഇതെടുക്കും. അതിൻ്റെ കൂടി ഇവർ jam bread your main breakfast, yeah? Main food jam and bread. ഇതാണ്ടാ ജാമും ബ്രെഡൊക്കെയാണ് ഇവർ മെയിനായിട്ട് കഴിക്കുക. ആദ്യത്തെ തടാകത്തിൻ്റെ തൊട്ടടുത്തുള്ള ക്യാമ്പുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ആൾക്കാർ വിൻ്ററിൽ താമസിക്കാറില്ല. സീസൺ ആവാൻ പോവുകയാണ് കേട്ടോ. ഇപ്പം മെയ് മാസം കഴിയാനാകുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഏകദേശം ഇന്ന് മെയ് 20 ആയി കേട്ടോ. മെയ് 20-നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴത്തെ നിലവിലെ കാലാവസ്ഥയായിട്ട് ഈ കാണുന്നത്. പിന്നെ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് അങ്ങോട്ട് നല്ല സീസൺ. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരും കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേകളാണ്. ഞാൻ മഴ നനയാതിരിക്കാൻ വേണ്ടി എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, ഇന്നെങ്ങനെയും ക്യാമ്പ് ചെയ്യാൻ നോക്കണം. താമസം ഒരിക്കലും ആവില്ല കേട്ടോ. റേറ്റ് കുറച്ച് തരാൻ വേണ്ടി അവർക്ക് ആവില്ല. കാരണം അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. ഇതൊക്കെയാണ് കേട്ടോ സ്റ്റേകളെന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പൈസയാണ് ഒരു ദിവസം 2000 രൂപ കേട്ടോ താമസിക്കാൻ വേണ്ടി. പെട്ടെന്ന് കാലാവസ്ഥ മാറി മഞ്ഞ് വീഴുകയാണ് കേട്ടോ. മഞ്ഞും മഴയും ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. പുറത്ത് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, നല്ല മഞ്ഞ് വീഴ്ച. ഞാൻ കൊണ്ടുവന്നൊരു അപ്പമാണ് കേട്ടോ. ക്യാമ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ തൽക്കാലം ഉച്ച ഭക്ഷണമായിട്ട് കഴിക്കുക. കാരണം ഇവിടുന്ന് ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കാത്ത പൈസ കേട്ടോ. 500 രൂപ ഒറ്റ നേരത്തെ ഉച്ച ഭക്ഷണത്തിന്. തൊട്ടടുത്ത പട്ടണത്തിൽ പോലും റേറ്റ് എടുക്കുന്നത്. ഇവിടെ 500 എടുക്കുന്നത് പിന്നെയും മാന്യമായ തുക എന്ന് പറയാം. പക്ഷെ മുതലാവില്ല കേട്ടോ. നമുക്കിത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പഴമുണ്ട്. നാളെ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കെന്താ മുട്ട, പിന്നെ നമ്മളെ നൂഡിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് തൽക്കാലം ഇത് കഴിക്കാം. ഹലോ, ഇവിടുത്തെ ഒരു പട്ടിക്കുട്ടറാ. നോക്കി എന്നാ രോമല്ലേ. ഇതിനകത്ത് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. കുറേ ടൂറിസ്റ്റുകളുണ്ട്. ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. അവർ
ഗൈഡിൻ്റെ കൂടെ വന്നതാട്ടോ. അവരെ കുതിരകളാണ് ഈ കാണുന്നത്. കുതിരപ്പുറത്ത് വന്ന ആൾക്കാരാണ്. അവരവിടുന്ന് ലഞ്ച് കഴിക്കുക കേട്ടോ. ഞാനത് ഒറ്റ കൂടെ നിൽക്കുക കേട്ടോ. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലൊക്കെ ഞാൻ ഒറ്റപ്പെട്ട് പോകാറുണ്ട് ജീവിതത്തിൽ. സാരമില്ല, കാരണം പണത്തിന് അതിൻ്റെതായ മൂല്യമുണ്ടല്ലോ ഓരോ സമയങ്ങളിൽ. അങ്ങ് ദൂരെ കാലാവസ്ഥ നല്ലതായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, സമയം ഇപ്പം 1:30 ആയി കേട്ടോ. നോക്കാം എന്തായാലും. ഓക്കെ. This is a bliss girl. കാലാവസ്ഥ ഇവിടെ മഴയും മഞ്ഞു വീഴ്ചയൊക്കെ ആയിരുന്നു. ഒരു 6 മണിയാകുമ്പോൾ എനിക്ക് ഇന്ന് ടൂറിസ്റ്റ് ഇല്ലാത്ത ഒരു ഡോം തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡോമിൽ ഇന്ന് ആരുമില്ല കണ്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഡോം ഉണ്ടാവുക കേട്ടോ, താമസം ഉണ്ടാവുക. ഡോമിനകത്ത് ഏകദേശം 4 ബെഡ് ഉണ്ടാവും കണ്ടോ. എനിക്ക് താമസം അവർ വെറുതെ തന്നെ കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു കഴിച്ചും ബഡ്ജറ്റ് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫുഡിൻ്റെ പൈസ തരണം. അപ്പോൾ എനിക്കത് മനസ്സിലായി, തീർച്ചയായും കൊടുക്കേണ്ട കാര്യമാണ്. 1000 രൂപ കേട്ടോ കൊടുക്കേണ്ടത്. തിരിച്ചിറങ്ങിയിട്ട് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റൂ, കാരണം ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ താമസിച്ച ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവരോട് വിളിച്ച് പറഞ്ഞിട്ട് അവരെ വിഷയം കൊടുക്കാനൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും സാറില്ല, ഇത് കിട്ടിയെന്ന് വലിയ കാര്യമാണ്. അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് ഇവിടെ തങ്ങാം കേട്ടോ. നാളെ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ തരും. പുറത്തെന്താ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ താമസമൊക്കെ ഉണ്ടാവുക. എന്നൊക്കെ ഉണ്ടോ. വേറെയും ആ ഡോമിനകത്ത് തീ ഇട്ടിട്ടുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾക്കുള്ള തീ ഇട്ടിട്ടുണ്ട്. അവർ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, എനിക്കൊരു മടി. കാരണം ഒന്നാമത് സ്റ്റേ എനിക്കിവിടെ വെറുതെ കിട്ടുക. അതിനിടയിൽ ഞാൻ ഒരു തീയും കൂടി കൊള്ളണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത്. അത് സാറില്ല, അതൊന്നും വലിയ വിഷമമൊന്നുമില്ല. അടിപൊളി സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് എനിക്ക് കേട്ടോ. അതിനപ്പുറം എനിക്കൊന്നും പേടിക്കാനില്ല. ഓക്കെ കണ്ടോ. അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് എങ്ങനെയും കൂടെ കഴിച്ച് കൂട്ടണം കേട്ടോ, അത്രയേ ഉള്ളൂ. നാളെ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാം, മോശം കാലാവസ്ഥയാണെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല കേട്ടോ. പ്ലാൻ ചെയ്തതുപോലെ എല്ലാ യാത്രയും എപ്പോഴും ഒരുപാട് നടക്കണം എന്നില്ലല്ലോ, നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നോക്കാം. അങ്ങനെ ഒരു ദിവസം ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കാം കേട്ടോ. ചിലപ്പോൾ രാത്രിത്തെ ആ സ്റ്റാറിൻ്റെ കാഴ്ച കിട്ടുമോ നോക്കാം. കാലാവസ്ഥ മോശമായതുകൊണ്ട് ചാൻസ് വളരെ കുറവാണ്. രാവിലെ എണീച്ചു കേട്ടോ, പക്ഷെ കാലാവസ്ഥ വളരെ മോശമാണ്. ഭാഗ്യമില്ല, മഴക്കാറാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മലമുകളിൽ മൊത്തം മഞ്ഞ് വീണിട്ടുണ്ട്. തിരിച്ചിറങ്ങാൻ വിചാരിച്ച് 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മഴയത്തിനായിരുന്നു പെടും, ഒരു ഐഡിയ ഇല്ല. 2-3 ഓഫ് റോഡ് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ ചോദിച്ച് നോക്കാം. 10,000 ചാർജ് വരിക. നോക്കാം എന്തായാലും, നമുക്കവർ സൗജന്യമായിട്ട് വിടുക നോക്കാം കേട്ടോ. അവർ 2-3 ആൾക്കാരുള്ള വണ്ടിയാണെങ്കിൽ ചോദിച്ചു നോക്കാം, മാന്യമായി ചോദിച്ചു നോക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാൻ പറഞ്ഞ ഉക്കോക്ക് തടാകമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ മൊത്തം കലങ്ങിയിരിക്കുവാണ്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഭംഗി ഉണ്ടാവുക. നോക്കി മലമുകളിലൊക്കെ കണ്ടോ മഞ്ഞ് വീണ് കിടക്കുന്നത്. അത്രയും തണുപ്പാട്ടോ. 2-3 ദിവസം ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഡോമിലൊക്കെ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. മുകളിലെ ഡോമിലൊക്കെ ടൂറിസ്റ്റുകളുണ്ട്. കുതിരപ്പുറത്ത് വന്ന ടൂറിസ്റ്റുകളാണ് കേട്ടോ. 2 വണ്ടിയുണ്ട് ഓഫ് റോഡ് വാഹനങ്ങൾ ഇവിടെ. അത് 2-ൽ ഒരു ടൂറിസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ചോദിച്ചു നോക്കാം. എന്താ അറിയില്ല കാലാവസ്ഥ. ഓക്കെ, കൊച്ച്കോർ ആ പട്ടണത്തിലേക്കാണ് തിരിച്ച് പോകേണ്ടത്. നല്ല കാലാവസ്ഥയുള്ള സമയം നോക്കിയിട്ടാണ് ഞാൻ ഇന്നലെ വന്നത്. പക്ഷേ കാലാവസ്ഥ മൊത്തം ചേഞ്ചായി. മുകളിൽ മൊത്തം കോടമഞ്ഞൊക്കെയാണ്. സാറില്ല, ഭാഗ്യമില്ല അല്ലേ. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം അപകട സിറ്റുവേഷനിൽ നിൽക്കണ്ടല്ലോ. അധികം മഞ്ഞ് വീണാൽ പിന്നെ ഞാൻ ഒറ്റക്കായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇടുങ്കുവാവേ ഇവിടുത്തെ ഒരു ഡോഗാണ് കേട്ടോ. നമ്മുടെ കുതിരക്കാരുടെ കൂടെ പോകുന്ന ഡോഗാണ്. പശുവിനെ ആടുകളൊക്കെ ലീഡർഷിപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ലീഡറാണ് പശുവിൻ്റെ ആടുകളൊക്കെ. താഴെ കണ്ടോ കുതിരക്കാരുണ്ട്. ടൂറിസ്റ്റിനെ കൊണ്ടുവന്ന കുതിരകളാണ് കേട്ടോ. രാവിലെ ഇവർ കുതിരനെ നല്ലൊരു ഓടിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിപ്പിക്കും. അതിനൊക്കെ എന്തൊക്കെയോ റൂൾസ് ഉണ്ട് തോന്നുന്നു കേട്ടോ. തടാകത്തിൻ്റെ അടുത്ത ഞാനുള്ള, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാലാവസ്ഥ സൂര്യനത് മുകളിൽ നിന്ന് ഇങ്ങനെ വരാൻ നോക്കുന്നുണ്ട്. അങ്ങ് ദൂരെ കണ്ടോ.
ഇവിടെയൊക്കെ നോക്കിയാൽ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പശുക്കളുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്, പക്ഷെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു സ്ഥലമാണ്. അറിഞ്ഞു വരുന്ന ടൂറിസ്റ്റുകൾ കേട്ടോ. ഗ്രാമത്തിലെത്തി അവിടുത്തെ ഗ്രാമവാസികൾ, അവരെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇന്നൊരു തടാകം ഉണ്ട് നമുക്ക് പോവാം. അങ്ങനെയൊക്കെ അറിഞ്ഞു വരുന്ന ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഞാനും അങ്ങനെ അറിഞ്ഞാണ് ഈ സ്ഥലം അറിഞ്ഞത് കേട്ടോ. അല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ചൊരു അറിവില്ല, ഈ തടാകത്തിനെ കുറിച്ച്. എന്തായാലും മനോഹരമായിരിക്കുന്നു കേട്ടോ ഈ ലൊക്കേഷനൊക്കെ. Okay. Okay. Okay, bye. Okay. ഇവിടെയുള്ള കുതിര സഞ്ചാരികൾ മുഴുവനും പോയി കേട്ടോ. ഇവിടെ ഒരു കാറ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാറൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരതാണ്. അവരൊരു മാസമൊക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുക കേട്ടോ. ഒരു സഞ്ചാരി ഉണ്ട്, അവരോട് ചോദിച്ചപ്പം ഡ്രൈവർ പറഞ്ഞ് വന്നോന്നാണ് പറഞ്ഞത് കേട്ടോ. ഫണ്ട് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, ഫണ്ട് ചോദിച്ചാൽ പോയിടും. കാരണം 10,000 രൂപയ്ക്കാണ് ഇവിടുന്ന് താഴോട്ട് പോകാൻ വാങ്ങുന്നത്. കാരണം അവർ ബുക്ക് ചെയ്ത വണ്ടിയല്ലേ, ഇല്ലെങ്കിൽ നമുക്കൊരു 1000 രൂപയും കൊടുക്കാമായിരുന്നു. നോക്കാം, ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് തിരിച്ചാൽ കൊച്ചിക്കോറിലേക്ക് പോകും കേട്ടോ. ഞാൻ താമസിച്ച ഷെഡായി നിങ്ങൾ കാണുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഇവിടെ ഇന്നലെ, പക്ഷെ തണുപ്പായിരുന്നു, തീയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ വണ്ടി. ഈ കാണുന്ന 2 വണ്ടി ഇവിടുത്തെ ഓഫ് റോഡ് വാഹനങ്ങളാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരതാണ് കേട്ടോ. അങ്ങ് കാണുന്ന ഒറ്റൊരു കാർ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക്, അതാണ് പോകുന്ന വണ്ടി. നോക്കാം, നല്ലൊരു സ്ഥലമാണ്, പക്ഷെ കാലാവസ്ഥ കണ്ടോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവർ പറയുന്നത് ഒരാഴ്ച വരെ ഇങ്ങനത്തെ കാലാവസ്ഥയായിരിക്കും, താമസിക്കുന്നതിനെക്കാട്ടും നല്ലത് തിരിച്ചിറങ്ങുന്നതായിരിക്കും. നമുക്ക് വണ്ടി കിട്ടുവാണോ വണ്ടി പോവാ, ഇല്ലെങ്കിൽ നമുക്കെന്താ നടക്കാം കേട്ടോ. ഒരു പശുവിനെ നോക്കി അവിടെ കിടന്ന് കരയുന്നത്. Elles utilisent le guide sans le payer. Je lui dis ouais, j'espère qu'elles vont lui donner quelque chose à la fin. Mais je sais pas, tu sais, les Hollandais ils ont une réputation d'être super c'est plus vraiment drôle. Mais tu trouves, c'est honteux, non? Ouais, il m'a raconté qu'ils les ont rencontrés déjà le premier jour de leur voyage avec Ouais. En fait, മുകളിൽ നിന്ന് കണ്ട കാറില്ലേ, ആ കാർ തന്നെ കൊച്ചിക്കോറ് വരെ ആക്കി കേട്ടോ. എന്നിട്ട് അവർ പോയി. നല്ല ഫാമിലി ആയിരുന്നു കേട്ടോ, നല്ല ആൾക്കാരായിരുന്നു അവർ. എൻ്റെ അടുത്ത് നിന്ന് 1 രൂപ പോലും അവർ വാങ്ങിയിട്ട് കേട്ടോ. എനിക്കെന്താ ലിപ്സ് തരുവാണ് ചെയ്തത്. ഇത് കണ്ടോ, നല്ല വിശപ്പാണ്. ഇവിടുത്തെ ഫേമസ് ആയ ഭക്ഷണമാണ് കുതിര ഇറച്ചി എന്ന് പറയുന്നത്. കുതിര ഇറച്ചിയാണ് ഇത് കാണുന്നത്. കാരണം എനിക്കിവിടെ അറിയുന്നൊരു കടയുണ്ട് കേട്ടോ. 200 രൂപയാണ് എൻ്റെ അടുത്ത് ഈടാക്കുന്നത്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കുതിര ഇറച്ചി തരാം. അതായത് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്ന ഒരു ബീഫാണ്, കുതിരൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് കേട്ടോ, കുതിര മാംസം എന്ന് പറയുന്നത്. എന്തായാലും ട്രൈ ചെയ്യാം. മാർക്കറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് തിരിച്ച് എൻ്റെ ഹോം സ്റ്റേയിലേക്ക് പോവാം കേട്ടോ. എൻ്റെ അമ്മ, ഇങ്ങനെ ട്രക്കേഴ്സിനെ കാണുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം പോലെയാണ് കേട്ടോ. എന്തായാലും ഒരു നല്ല സ്ഥലമാണ് കേട്ടോ കൊച്ചിക്കാർ എന്ന് പറയുന്ന നല്ല ഗ്രാമത്തിലെ ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഇതാണ് മെയിൻ പ്രശ്നം. എന്താണ്, നമ്മുടെ ഹോട്ടലിൽ താമസിക്കാനും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ ഭയങ്കര പൈസയാണ് കേട്ടോ. ഒരു ലോങ് ജേണി നടത്തുന്ന എനിക്ക് അതൊരു ബുദ്ധിമുട്ടായൊരു കാര്യമാണ്. പക്ഷെ സാരമില്ല, വേറെ രാജ്യമല്ലേ, അപ്പോൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ നമുക്ക് പറ്റൂ. കൊച്ചിക്കോർ എന്ന ആ ഒരു ഗ്രാമത്തിലെ ഒരു ഹോസ്റ്റലിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. തടാകത്തിൽ നിന്ന് ഇറങ്ങിയത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. കൊടും തണുപ്പും കാറ്റും മഴയൊക്കെ ആയിരുന്നു ഇവിടെ. ഇത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നമുക്കൊരു ചെറിയ റൂം കിട്ടും. അതോ ഒരു സഞ്ചാരി കൂടി വന്നാൽ അവർക്ക് കൂടി ഒരു ബെഡ് ഷെയർ ചെയ്യണം കേട്ടോ. അതായത് ഒരു ഫാമിലിക്ക് വേണ്ട റൂമാണ് കേട്ടോ, കപ്പിൾസ് റൂം എന്ന് പറയും. അതോ ആരെങ്കിലും വന്നാൽ ഞാൻ അപ്പുറത്തെ ഡോർമെറ്റിലേക്ക് ചേഞ്ച് ആവും കേട്ടോ. നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എപ്പിസോഡ് എഡിറ്റ് ആയിക്കൊണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര കഷ്ടപ്പാടാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കണ്ടോ. ഇത് ഏകദേശം 30 മിനിറ്റുള്ള എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എടുത്ത സമയം 3 മണിക്കൂറാണ് കേട്ടോ. അത് കണ്ടിന്യൂ അല്ല, ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്ഥലത്ത് നിന്നും കൊച്ചിക്കോറിൽ നിന്നും കെസേർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, അവിടേക്കാണ് എനിക്ക് എത്തിപ്പെടേണ്ടത്. അതായത് ആ ഗ്രാമത്തിലേക്ക് പോകുന്ന സഞ്ചാരികളും പിന്നെ സൺഗോൾ എന്ന് പറഞ്ഞ തടാകം, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സൺഗോൾ എന്ന് പറഞ്ഞ മനോഹരമായ തടാകമുണ്ട്. അങ്ങോട്ടേക്കാണ് ഇനി അടുത്ത യാത്ര നീങ്ങുന്നത്. അപ്പം കിസേർട്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എത്തിപ്പെടണം. അവിടെ എത്തിപ്പെടേണ്ട ഏക ഒരു മാർഗം ഷെയർ വാഹനങ്ങളാണ്. ടാക്സിക്ക് ചാർജ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ 15,000 രൂപയുടെ ഒരു ചിന്തിച്ചു നോക്കി നടക്കില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത യാത്ര വേഗം തുടങ്ങണം, കണ്ടിന്യൂ ചെയ്യണം ഈ ഒരു സെയിം ജേണി. Ah, video.
താങ്ക് യു ഫോർ ഗുഡ് സ്റ്റേ. Вам тоже спасибо. Дагы келсең Кыргызстанга кел, биз дайым сени күтүп алабыз. This is Russian language. Russian language. Если будешь еще в Кыргызстане, окей. будешь приезжать в Кыргызстан, Okay. мы всегда будем рады увидеться с тобой. എന്തായാലും Всегда, സന്തോഷമാണ് пожалуйста, കേട്ടോ. приезжайте в гости. ഓക്കെ താങ്ക് യു. Thank you. Вам тоже. Good luck. കൊച്ചിക്കോറിൽ നിന്ന് കെസേട്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ചിലപ്പം ഷെയർ വാഹനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. 80 കിലോമീറ്റർ ഉണ്ട്. മഴക്കാറുണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യാം. എൻ്റെ ലഗേജാണ് ബാക്കിൽ വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഷെയർ വാഹനത്തിലാണ് കേട്ടോ. നമ്മുടെ ഹിമാചൽ, ഉത്തരാഖണ്ഡിലൊക്കെ ഞാൻ ഷെയർ വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ സിസ്റ്റം അല്ല, കുറച്ച് വ്യത്യാസമാണ് കേട്ടോ. ഇപ്പോൾ ആരുമില്ല, വണ്ടി ഫുള്ളായാൽ മാത്രമാണ് എനിക്ക് പോകാൻ സാധിക്കുക കേട്ടോ. ഒരു 3 ടൂറിസ്റ്റിനെ കൂടി വേണം. ടൂറിസ്റ്റ് ഇല്ലെങ്കിൽ വില്ലേജിലെ ആൾ കേട്ടോ. വില്ലേജിലെ ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാകുക. ഒരാൾക്ക് 300 രൂപ കേട്ടോ. 300 രൂപ സോമാണ്. അതായത് നമ്മുടെ നാട്ടിൽ 350 രൂപ ആ റേറ്റിൽ വരുമായിരിക്കും കേട്ടോ. എന്തായാലും വേറെ മാർഗ്ഗമില്ല. 80-90 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഹിറ്റേക്ക് ചെയ്ത് പോകാൻ ഇവിടെ വേറെ വാഹനങ്ങൾ പോകില്ല. ടൂറിസ്റ്റ് വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത്. മഴ പെയ്താൽ പെട്ടുപോകും. അതൊക്കെ കൊണ്ടാണ്. എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ വന്ന ടാക്സി ഡ്രൈവറാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. നല്ല മനുഷ്യനാണ് കേട്ടോ. ഷെയർ ടാക്സി എന്നെ ഇറക്കി തന്നത് കസേട്ട് എന്ന് പറഞ്ഞ വില്ലേജാണ്. ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. കിസാട്ട് എന്ന് പറയും, കസേട്ട് എന്ന് പറയും കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ. ഈ ഒരു ഗ്രാമമാണ് സൺഗോൾ തടാകത്തിൻ്റെ അടുത്തുള്ള ഒരു അത്യാവശ്യം വലിയൊരു ഗ്രാമം കേട്ടോ. ലാസ്റ്റ് വില്ലേജ്, അതിങ്ങനെ വലിയ വില്ലേജ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്നാണ് സൺഗോൾ എന്ന് പറഞ്ഞ മനോഹര തടാകത്തിലൊക്കെ പോകേണ്ടത്. ഇവിടെ ഒരു ഹോം സ്റ്റേ തപ്പിപ്പിടിക്കണം. എനിക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് സ്റ്റോക്ക് ചെയ്യണം. അങ്ങനെയുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. കുതിരകളൊക്കെ പോകുന്ന നോക്കിയേ. ഇവരൊക്കെ ഗൈഡുമാരാണ് കേട്ടോ. ഇവിടെയുള്ള ഗൈഡാണ് ഈ കാണുന്നത്. ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ഗസ്റ്റ് ഹൗസിലൊക്കെ പുള്ളിക്കാരൻ വിളിച്ച് പറയുകയാണ്. എൻ്റെ തൊട്ടടുത്തൊക്കെ കാണുന്നത് ഹോം സ്റ്റേകളാണ് കണ്ടോ. ഇവിടെയൊക്കെ ഹോം സ്റ്റേസ് ഉണ്ട്. ഒരു ഹോം സ്റ്റേയിൽ താമസിക്കാൻ ചോദിച്ചപ്പോൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 10,000 രൂപ കേട്ടോ. അത്ര പൈസ ഇല്ല. ടൂറിസ്റ്റിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്നതാണ് കേട്ടോ. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉണ്ട്, പക്ഷെ അതിൽ കമ്മീഷൻ കൊടുക്കണം നല്ലപോലെ. ഞാനൊരു ഹോം സ്റ്റേ കണ്ടിട്ടുണ്ട്. 1000 രൂപയാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം. ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. അങ്ങോട്ട് പോവുകയാണ് ഞാൻ. ഒരു ഐഡിയ ഇല്ല. ഇത് കണ്ടോ, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കാൻ എൻ്റെ അടുത്ത് 10,000 രൂപ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കിർഗിസ്ഥാൻ ഒരു ടൂറിസ്റ്റ് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രിക്റ്റായ റൂൾസോ കാര്യങ്ങളൊന്നും വില്ലേജ് ഏരിയയിൽ ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് സഞ്ചാരികളെടുത്ത് അമിത പൈസ ഈടാക്കുന്നൊരു സംവിധാനമുണ്ട്. നമുക്ക് എന്തായാലും സ്വാഭാവികം കുറച്ച് സാധനങ്ങൾ വാങ്ങണം. സൺഗോൾ തടാകത്തിലേക്ക് പോകണം. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. മനുഷ്യന്റെ കണ്ണുകൾക്ക് പ്രകൃതി അത്രമാത്രം വർണ്ണന കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമമാണ് കേട്ടോ കിർഗിസ്ഥാനിലെ കസേട്ട് എന്ന് പറയുന്നത്. നരി എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ് കസേട്ട് എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 മീറ്ററിന് അടുത്തായിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വിന്ററിൽ ഇവിടെ എക്സ്ട്രീം കോൾഡ് ആയിരിക്കും കേട്ടോ. -25-30 വന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. വിന്റർ സീസണിൽ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ആടുകളും പശുക്കളും കുതിരകളെയും സംരക്ഷിക്കുക എന്നതാണ് കേട്ടോ. സുരക്ഷിതമായി നിർത്തുക എന്നത്. അതിന്റെ മെയിൻ റീസൺ ഇവിടെ നല്ലതുപോലെ വോൾഫ് ഉണ്ട്, ചെന്നായ്ക്കൾ നല്ലതുപോലെ ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. തണുപ്പ് കാലങ്ങളിൽ ഇവർ മലയിറങ്ങി വരും. ആ സമയത്തൊക്കെ ഇവർ വേട്ടയാടും. പച്ചവിരിച്ചൊരു ഗ്രാമമാണ് കേട്ടോ.
ഇവിടെ വലിയൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ തൊട്ടപ്പുറത്താണ് ഏകദേശം 35 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ സൺകൂൾ എന്ന് പറഞ്ഞൊരു തടാകം വരുന്നത്. മനോഹരമായ കിർഗിസ്ഥാനിലെ ഒരു ശുദ്ധജല തടാകമാണ് കേട്ടോ സൺകൂൾ എന്ന് പറഞ്ഞ തടാകം എന്ന് പറയുന്നത്. കുതിരപ്പുറത്ത് പോവുകയാണെങ്കിൽ 3000 സ്വാമാണ്, 3000 രൂപ ഇവിടുത്തെ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഏകദേശം 3300 രൂപയ്ക്ക് വരും. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് എത്തും. നടന്നു പോകാനാണെങ്കിൽ 2 ദിവസം, ഇല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായി നടക്കണം. അത് വലിയ ബാക്ക് പാക്ക് വെച്ച് പോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്തായാലും സന്തോഷം, ഈ ഒരു ഗ്രാമം കാണാൻ പറ്റിയത്, ഇവിടെ വരാൻ പറ്റിയതൊക്കെ. ക്യാമ്പിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പറുദീസ കൂടിയാണ് കേട്ടോ ഈ കെസേർട്ട് എന്ന് പറയുന്നൊരു ഗ്രാമം. മനുഷ്യവാസം ഈ ഒരു ഗ്രാമത്തിലേ ഉള്ളൂ. അത് ഏകദേശം 2000-2500 മാത്രമേ പോപ്പുലേഷനുള്ളൂ. അതും സീസൺ സമയത്ത് മാത്രം കേട്ടോ. മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് പോകും, അല്ല ഗ്രാമവാസികൾ ഇവിടുന്ന് നിൽക്കത്തില്ല കേട്ടോ. കാരണം ഉപജീവന മാർഗം പ്രധാനപ്പെട്ടതാണ്. സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും വരത്തില്ല, ഗ്രാമത്തിലെ ആൾക്കാർ മാത്രമേ ഉണ്ടാകൂ. ഈ ഗ്രാമത്തിൽ നിന്നും ഇനി എനിക്ക് മുകളിലോട്ട് പോകണം. ആ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എന്തായാലും ഉൾപ്പെടുത്തുക. സുഹൃത്തുക്കളെ നമസ്കാരം. ഏഷ്യൻ വൻകരയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വർഗ രാജ്യമായ കിർഗിസ്ഥാനിലാണ് ഞാനുള്ളത്. ഈ രാജ്യം മുഴുവൻ പർവ്വതങ്ങളാണ് കേട്ടോ. പർവ്വതങ്ങളാൽ നിറഞ്ഞ ഒരുപാട് തടാകങ്ങളൊക്കെ നിറഞ്ഞ ഒരു രാജ്യമാണ് കേട്ടോ കിർഗിസ്ഥാൻ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഏഷ്യൻ വൻകരയുടെ മധ്യഭാഗത്ത് കിടക്കുന്ന മനോഹരമായ കിർഗിസ്ഥാൻ എന്ന രാജ്യം ധാരാളം തടാകങ്ങളും പർവ്വതങ്ങളും നിറഞ്ഞതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു രാജ്യം എന്ന് പറയുന്നത്. ആ കാണുന്ന പർവ്വതം കണ്ടോ, അതിന്റെ അപ്പുറത്താണ് സൺകൂൾ എന്ന് പറഞ്ഞ ഒരു തടാകം ഉള്ളത്. എന്റെ യാത്ര അങ്ങോട്ടേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് നരിയൻ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലെ കെസേർട്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ഗ്രാമത്തിലാണ് കേട്ടോ. ഈ ഗ്രാമത്തിന്റെ യഥാർത്ഥ ഭംഗി കിട്ടുന്ന സമയം എപ്പോഴാണെന്നറിയോ? 3:30 ശേഷമാണ് കേട്ടോ. കാരണം 3:30 ശേഷം ഇവിടുത്തെ വെയിലും ആ തണുപ്പുമില്ല, ഭയങ്കര സന്തോഷം നൽകും മനുഷ്യന്റെ ശരീരത്തിന്. ഇതുണ്ട്, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കൃഷിയിടത്തില് ഹായ് അവിടെ ഒരാളുണ്ട്. ഞാനെന്താണ് വീടുകളിൽ കയറാത്തത് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഗൈഡില്ലാതെ ഇവിടുത്തെ ഒരു വീട്ടിൽ കയറി നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വെൽക്കം ചെയ്യണം കേട്ടോ. കാരണം ഇവരുടെ കൾച്ചറാണ് കേട്ടോ, ഇവിടുത്തെ ഒരു കൾച്ചറാണ്. അങ്ങനെ വീഡിയോയിലൊന്നും ഇവിടുത്തെ ആൾക്കാർ വരില്ല. പെർമിഷൻ ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും പാടില്ല കേട്ടോ. അത് തെറ്റായ ഒരു കാര്യമാണ്. ഇതുണ്ടോ തൊട്ട് മുമ്പിൽ കൃഷിയിടൊക്കെയുണ്ട്. എന്താ രസം നോക്കിയേ. What is your name? Jan. My name is Jan. Jan. Okay. Your homestay name? Yes. Your homestay name? Nomad place. Nomad guest house? Guest house. Yes. Kasat village. Kyrgyz village. Kasat. Kazart. Yes. Kazart village. ഈ ഒരു പുള്ളിക്കാരന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഹായ്. അവർ മാർക്കറ്റ് പോവാണ് കേട്ടോ. അപ്പൊ ഞാനും കൂടെ പോവാണ് അവരുടെ മാർക്കറ്റിലേക്ക്. ഇന്ന് ഹാപ്പി ആയിട്ടോ. ഒരു വില്ലേജ് ലൈഫിലേക്ക് ഞാൻ കയറി പോകുന്ന പോലെ തോന്നുന്നു കേട്ടോ. നിങ്ങളെന്നോട് എപ്പോഴും ചോദിക്കാറ് എന്താണ് ഇവിടുത്തെ ആൾക്കാരെ കാണിക്കാത്ത. ഇതുപോലുള്ള സന്ദർഭങ്ങൾ കിട്ടണമെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ താമസിക്കണം. എല്ലാവരും അതുപോലെ നമ്മളെ കൂടെ വരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈഡില്ലാത്തതുകൊണ്ട്. ഇവിടത്തെ മാർക്കറ്റാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കണ്ട് ഇങ്ങനെ ലൂസായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. കണ്ടോ, ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്യുവാണ് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട്. ഈ ഒരു സോൺഗോൾ തടാകത്തിന്റെ ട്രക്കിങ്ങിന് ഞാൻ കൊണ്ടുപോകുന്ന ലഗേജ് ഇത് രണ്ടുമാണ് കേട്ടോ. ഏകദേശം 33 കിലോമീറ്ററോളം എനിക്ക് ഹൈക്ക് ചെയ്യാനുണ്ട്. ഇത് കൂടുതൽ സൂപ്പർ മാർക്കറ്റാണ്. ഇതിന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ട്രക്കിങ് തുടങ്ങുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ ആൾക്കാരില്ലേ എല്ലാവരോടും അത്രമാത്രം സംസാരിക്കില്ല കേട്ടോ. കാരണം ചെറിയ ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, അത് ഞാൻ പറയില്ല കേട്ടോ എന്താണെന്ന്. കാരണം നമ്മുടെ കളറില്ല, എൻ്റെ കളർ ഒരു കറുത്തൊരു ഡാർക്ക് കളറില്ല. ഇവിടുത്തെ ചില ഏരിയകളിൽ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളോട് കളറിൻ്റെ പ്രശ്നം കൊണ്ട് ആൾക്കാർ മിണ്ടാതെ പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ പബ്ലിക് ഏരിയകളിലൊക്കെ. അത് ഭയങ്കര ഒരു നമുക്ക് വിഷമമുള്ളൊരു കാര്യം കേട്ടോ. ഒരു അങ്കിൾ എന്നെ പുറത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഒരാൾ ഈ വീട് തന്നെ നോക്കിക്കൊണ്ട് എന്ത് ഉണ്ടെന്ന് പോലും ഇല്ല.
നമ്മളെല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ മറ്റുള്ളവരെ നോക്കി നിന്നാൽ ഒരു കാര്യങ്ങളും നടക്കില്ല കേട്ടോ. ഒരാൾ ദൂരെ തന്നെ ദേഷ്യത്തോടെ നോക്കുക കേട്ടോ. എന്താ അറിയില്ല. ഞാൻ പറഞ്ഞത് ഈ ലാംഗ്വേജ് കളറിൻ്റെ ഒക്കെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ യാത്ര നല്ലൊരു അനുഭവിക്കും. പക്ഷെ നമ്മളോട് കാണിക്കാറില്ലാന്ന് മാത്രം. ഇഷ്ടമാണെങ്കിൽ അവർ മുഖമാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുക. പക്ഷെ അത് ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ, എല്ലാവരും വളരെ വ്യത്യസ്തരാണ്. അതുകൊണ്ട് അതൊക്കെ സ്വാഭാവികം കേട്ടോ. ഓക്കെ, യു ലൈക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത യാത്ര തുടങ്ങുന്നു കേട്ടോ. ഏകദേശം ഒരു 8-9 മണിക്കൂർ എടുക്കുന്നതാണ് ഗ്രാമവാസികൾ പറയുന്നത്. പക്ഷെ അവര് എന്താണ് നടന്നും ലഗേജൊന്നുമില്ലാതെ പോകുന്നതുകൊണ്ടായിരിക്കും. എനിക്ക് നല്ല ലഗേജ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും കാണാൻ തുടങ്ങാം കേട്ടോ. നല്ലൊരു റോഡ് ഗ്രാമപ്രദേശങ്ങളിൽ വളരെ കുറവാണ് കേട്ടോ കിർഗിസ്ഥാനിൽ. കാരണം ഇതുപോലുള്ള റോഡുകളാണ് ഇവിടെ ഉണ്ടാവുക. പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളൊക്കെ കിടിലം വാഹനങ്ങളാണ്. കാരണം കൊറിയ, ജപ്പാൻ, റഷ്യ ഇവിടെ നിന്നൊക്കെയാണ് ഇവർ വാഹനങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കും. കൃഷിയിടം കണ്ടോ, അധികമുള്ള കൃഷി ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ്, ഉള്ളി അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലും. പിന്നെ നമ്മുടെ അപ്രിക്കോട്ടൊക്കെ ഇവിടെ ധാരാളം കിട്ടും കേട്ടോ. ഭയങ്കര സുന്ദരമായൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട രാജ്യമാണ് കേട്ടോ. എൻ്റെ ഒരു പാഷന് പറ്റിയൊരു രാജ്യമാണ് കിർഗിസ്ഥാൻ. നിലവിൽ ഇതൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിലൊന്നും നിയമങ്ങൾ മാറുമെന്ന് അറിയില്ല. നിലവിൽ 3 മാസം വിസ കിട്ടി. അത് എന്താണ് വലിയൊരു റേറ്റുള്ള ഒരു വിസ ആയിരുന്നു. അത് സ്പോൺസർ കിട്ടിയോണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞായിരുന്നു കീർത്തി നിർമ്മൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് എനിക്ക് ആ ഒരു വിസ ഒക്കെ സപ്പോർട്ട് ചെയ്ത്. അവരോട് ഇപ്പോഴും നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, തണുപ്പിൽ നിന്നും തരണം ചെയ്യാൻ വേണ്ടി പണിയുന്ന വീടുകളാണ്. ഓരോ വീടിനകത്തും ഹീറ്റർ ഉണ്ടാകും കേട്ടോ. വലിയ പൈപ്പ് കടന്നു പോകും. ആ പൈപ്പ് മുഖേന എല്ലാ വീടുകളും എന്താണ് ചൂടാകും കേട്ടോ ഭയങ്കരമായിട്ട് തണുപ്പ് കാലത്ത്. ഇത് പശുവിൻ്റെയും കുതിരേൻ്റെ ഒക്കെ ആലയാണ്. അയ്യോ, ഈ ക്യാമറ ഹെവി ആയതുകൊണ്ട് കയ്യിൽ പിടിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊന്നും സാറില്ല. അങ്ങനെ നമ്മളിതാ മൗണ്ടെയിൻ പാസിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഓഫ് റോഡ് വാഹനങ്ങൾ, അതായത് കൊച്ച്കോർ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം വലിയൊരു പട്ടണമുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൽ വരുന്നതിന് മുന്നേ ഉള്ള വലിയൊരു പട്ടണമാണ് കൊച്ച്കോർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, സ്റ്റാർട്ടിങ് മുതൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാനത് ആവർത്തിക്കുന്നതാണെന്ന് ക്ഷമിക്കണം. പോളി ലൊക്കേഷൻ കേട്ടോ. എൻ്റെ അമ്മോ, ഇതിൽ ഏത് റൂട്ടാണ് ഞാൻ പോകണ്ടേ? ഇതാണ് കേട്ടോ, ഗൈഡ് ഇല്ലാണ്ട് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്. വഴി അറിയില്ല. കുതിരക്കാരെ കണ്ടോ, കുതിരക്കാർ നമ്മളോട് കുതിരപ്പുറത്ത് പോകാൻ വേണ്ടി ചോദിക്കുന്ന പൈസ 4000-3000 സോമൊക്കെയാണ്. അതൊന്നും മുതലാവില്ല. ഇതുണ്ട്, ഈ കാണുന്ന കുതിരകളൊക്കെ മേലോട്ട് പോകുന്നതാണ്. ചെറിയൊരു പയ്യനാട്ടോ. ഹായ്, ഓക്കെ, ചെറിയൊരു കുഞ്ഞാണ് കേട്ടോ അതായത് ഈ കുതിരനെ ഓടിക്കുന്നത്. കാരണം അവരുടെ കൾച്ചർ അങ്ങനെയാണ് കേട്ടോ. കാരണം ഇവിടെ ടൂറിസ്റ്റ് വരുമ്പം ഇംഗ്ലീഷ് പിന്നെ കുതിര സവാരിയൊക്കെ ഇവർ ഓൾറെഡി പഠിച്ചു വെക്കും നല്ലതുപോലെ. പൊളി ലൊക്കേഷൻ കേട്ടോ. ഇസ്ലാം മതവിശ്വാസ പ്രകാരം മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലത്തെ ഖബർസ്ഥാൻ എന്ന് പറയും കേട്ടോ. ഈ ഗ്രാമത്തിൽ ഖബർസ്ഥാനാണ് ഈ കാണുന്നത്. ഖബർ ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഗ്രാമവാസികൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. എന്തായാലും മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ഓരോ ഗ്രാമത്തിൽ എന്താണ് മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലം കുറച്ച് ദൂരമായിട്ടായിരിക്കും കേട്ടോ. ഗ്രാമത്തിനോട് അനുബന്ധിച്ചായിരിക്കും. ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ് ഈ ഉള്ളേരിയകളിൽ പർവ്വത ഗ്രാമങ്ങളിലൊക്കെ ഉള്ളത് കേട്ടോ ഖബർസ്ഥാനുകൾ. എന്തായാലും ഇതൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ്, നമ്മുടെ യാത്രയിൽ അറിയാനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അടുത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഗ്രാമവാസികൾ പറഞ്ഞിട്ടുണ്ട് ഖബർസ്ഥാൻ്റെ അടുത്ത് പോയി സംസാരിക്കാനും നിൽക്കാനും വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് കേട്ടോ. അത് ഒരു പക്ഷേ എന്തെങ്കിലും അവരുടെ കൾച്ചറായിരിക്കും. നമ്മളത് പാലിക്കണം, അത് ചെയ്യണം കേട്ടോ. സഞ്ചാരികളുടെ ഉത്തരവാദിത്തമാണ് ഗ്രാമവാസികളുടെ കൾച്ചറെ ദോഷം ചെയ്തൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് കേട്ടോ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനോഹരമായ കിർഗിസ്ഥാനിലൂടെ യാത്രകൾ തുടരുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ ഒരുപാട് സ്നേഹം മാത്രം. സോൺഗോൾ തടാകത്തിൻ്റെ യാത്ര നമുക്ക് 2ാം എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ഈ മനോഹരമായ ഭൂമി എനിക്ക് വലിയൊരു എപ്പിസോഡായി ഇടുന്നതിനെക്കാട്ടി ഇഷ്ടം തോന്നുന്നത് 2
2-3 പാർട്ടാക്കാനാട്ടോ. ക്ഷീണിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. കാണാം എന്തായാലും.